ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ബ്രഹ്മയുഗത്തിൻ്റെ കഥയുണ്ട്. സിനോപ്സിസ് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ സിനിമയുടെ കഥയെക്കുറിച്ച് ഒന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ പ്ലോട്ട് എന്താണ് എന്നുള്ളത് സമ്മറൈസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സിനിമയുടെ പേര് ബ്രഹ്മയുഗം. 139.42 മിനിറ്റാണ് സിനിമയുടെ ലെങ്തായിട്ട് അല്ലെങ്കിൽ ദൈർഘ്യമായിട്ട് പറയുന്നത്. സിനിമയുടെ പ്ലോട്ടിലേക്ക് നമുക്ക് കടന്നു വരാം. സിനിമ നടക്കുന്നത് അല്ലെങ്കിൽ ഇത് ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കേരളമാണ്. അതായത് മന്ത്രവാദങ്ങളും ദുർമന്ത്രവാദങ്ങളും നാട് ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് സാധാരണമായിരുന്ന ഒരു കാലം. എന്ത് കാര്യത്തിനും നമ്മൾ മന്ത്രവാദത്തെയോ ദുർമന്ത്രവാദത്തെയോ മുന്നിൽ കണ്ടിരുന്ന ഒരു സമയം തന്നെ. ആ ഒരു സമയത്ത് ഒരാൾ അടിമക്കച്ചവടത്തിന് അയാളെ കൊണ്ടുപോയിട്ട് അവിടുന്ന് രക്ഷപ്പെടുന്നു. ആ വ്യക്തി എന്ന് പറയുന്നതാണ് ഈ കഥയിലെ നായകൻ. അത് അയാളുടെ പേര് ദേവൻ എന്നാണ്. ഒരു പാണൻ ആണ് അദ്ദേഹം. ഒരു പാണൻ പാട്ട് പാടി നടക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനകത്തിൽ അദ്ദേഹത്തിന് ഒരു രക്ഷപ്പെട്ടു പോരുകയാണ്. അന്ന് അടിമക്കച്ചവടം അപ്പോൾ ഗംഭീരമായി നടക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അവിടെ നിന്ന് അയാൾ രക്ഷപ്പെട്ട് പോരുന്ന കാര്യമാണ്. അങ്ങനെ രക്ഷപ്പെട്ട് പോരുമ്പോൾ അയാൾ ചെന്ന് പെടുന്നത് കൊടൂരനായിട്ടുള്ള ഒരു ദുർമന്ത്രവാദി എന്നുള്ള രീതിയിലുള്ള ഒരാളുടെ അടുത്തേക്ക്. അതാണ് മറ്റൊരു നായകൻ അല്ലെങ്കിൽ നമ്മുടെ കഥയിലെ ഉറ്റുനോക്കുന്ന നമ്മൾ ഒരു പ്രതിഭാസം എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം. അതാണ് മമ്മൂട്ടി ചെയ്യുന്ന കഥാപാത്രം. വളരെ കുറച്ച് ആളുകൾ മാത്രം ഉള്ള അല്ലെങ്കിൽ നടന്മാർ മാത്രമുള്ള നടിമാരും ഉള്ള ഒരു സിനിമ എന്ന് തന്നെ പറയാം. പ്രധാന കാസ്റ്റായിട്ട് പറയുന്നത് മമ്മൂട്ടി, അർജുന അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, അമാൽദ ലിസ്, മണികണ്ഠൻ ആചാരി തുടങ്ങിയവരാണ്. എന്തായാലും ഈ ഒരു സിനിമയുടെ ഇതിവൃത്തം ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഏത് കാലഘട്ടത്തേക്കാണ് എന്ന് നമുക്കറിയാം. പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് എന്നാണ് അറിയാൻ കഴിയുന്ന ഈ ഒരു സിനിമ. ഈ ഒരു സിനിമ ഈ പറഞ്ഞ പോലെ നിർമ്മിച്ചിരിക്കുന്ന അതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ രാമചന്ദ്ര ചക്രവർത്തിയും നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസും ചേർന്നിട്ടാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ കാലഘട്ടം തന്നെ പറയുന്നു. നമ്മൾ ആദ്യം കേട്ടതുപോലെ 5000 വർഷങ്ങളോ 1000 വർഷങ്ങളോ എന്നൊന്നും നമുക്കറിയില്ല. എന്താണേലും ഒരുപാട് വർഷങ്ങൾക്ക് മുന്നുള്ള ഒരു കേരളം എന്ന് തന്നെ പറയുന്നു. അതിനകത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും അറിയാം ഒരു കാലഘട്ടത്തിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെ മുമ്പുള്ള ഒരു കാലം. അതിനകത്തിൽ പൂർണ്ണമായും ആ ഒരു നാട്ടിലെ ജനത അല്ലെങ്കിൽ കേരളത്തിലെ ജനത മുഴുവൻ വിശ്വസിച്ചിരുന്നത് മന്ത്രവാദങ്ങളെയൊക്കെ തന്നെ ബേസ് ചെയ്തിട്ടാണ്. എന്ത് കാര്യത്തിനും ഇപ്പോൾ വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ ശാസ്ത്രത്തെ സമീപിക്കുന്നതിന് പകരം അവർ അന്ന് കണ്ടിരുന്ന എല്ലാ കാര്യങ്ങളിലും ഈ പറഞ്ഞ പോലെ മന്ത്രവാദങ്ങളാണ്. അപ്പോൾ മന്ത്രവാദത്തിന് അനുസരിച്ച് ഒരു ദുർമന്ത്രവാദവും ഉണ്ടാകാം. നമ്മൾ കണ്ട കഥകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യം, ഒരു വലിയ മനയുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ മനയിലേക്ക് ചെന്ന് പെടുന്നു ഈ ഒരു വ്യക്തി എന്നുള്ളതാണ്. അവിടുത്തെ കാരണവരുണ്ട്. ആ കാരണവരെ കുറിച്ച് തന്നെയാണ് കഥ മുന്നോട്ട് പറയുന്നത്. ഒരുപക്ഷെ പല വാക്കുകൾ നമുക്കിന്ന് കാണാൻ കഴിയുന്നു. ഒന്നെങ്കിൽ മരണമില്ലാത്ത ഒരു വ്യക്തി, അല്ലെങ്കിൽ കൊടൂരനായിട്ട് പുനർജനിച്ചിരിക്കുന്ന മറ്റൊരു ആൾ എന്നുള്ളതാണ്. എന്താണേലും മമ്മൂട്ടിയുടെ ആ ഒരു ചിരിയിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാം ഇതിൽ സംഭവം ഉണ്ട് എന്നുള്ളത്. അതായത് ഇതിൽ അഭിനയിക്കാനുള്ള സംഭവമുണ്ട്, അത് നമ്മളെ ഞെട്ടിച്ചിരിക്കുമെന്നുള്ളത് തന്നെയാണ്. ഇന്ത്യ ഒട്ടുക്കാകെയുള്ള ജനങ്ങൾ കാത്തിരിക്കണമെങ്കിൽ, ലോകമൊട്ടുക്കാകെയുള്ള ജനങ്ങൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കണമെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, മമ്മൂട്ടി എന്നുള്ള നടൻ. ഇപ്പോൾ മമ്മൂട്ടി എന്ന നടൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു ചെയ്യുന്ന സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനൊന്നിന് വ്യത്യസ്തമായ രീതിയിലുള്ള സിനിമകളാണ്. അജഗജാന്തരമായിട്ടുള്ള ഭാവപകർച്ചകൾ അല്ലെങ്കിൽ വ്യത്യസ്തത പുലർത്തുന്ന സിനിമകൾ എന്ന് തന്നെ പറയാം. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, മമ്മൂട്ടിയുണ്ടോ സിനിമ മികച്ചതായിരിക്കും. കാരണം ഇന്ന് നമ്മൾ കാണുന്ന പോലെ അല്ലെങ്കിൽ സ്ഥിരം കേൾക്കുന്ന പോലെ തട്ടുപൊളിപ്പൻ പടവും 100 കോടിയും 200 കോടിയുടെയും പിറകെ പോകുന്നില്ല എന്നുള്ളതാണ്. മികച്ച രീതിയിൽ അഭിനയം കാണണം അല്ലെങ്കിൽ നല്ല നടനം കാണണമെങ്കിൽ നമുക്ക് തീർച്ചയായും കാണാവുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സിനിമ കാണണമെങ്കിൽ അത് മമ്മൂട്ടി സിനിമകളിലേക്ക് തന്നെ ചേക്കേറേണ്ടി വരും. വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യ മാത്രമല്ല ലോകമെമ്പാടും ഈ ഒരു നടൻ്റെ പിറകെ തന്നെയാണ്. അതാണ് മലയാളത്തിൻ്റെ സ്വന്തം മമ്മൂട്ടി. എന്തായാലും ഇതാണ് സിനിമയുടെ ഇതിവൃത്തമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. സിനിമ ഞെട്ടിക്കുമെന്നുള്ളതിന് നമുക്ക് ഉറപ്പ് തന്നെയാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന മികച്ച അഭിനയമാണ്, മികച്ച നടനമാണ്. ഒപ്പം അർജുന അശോകനും സിദ്ധാർത്ഥ് ഭരതനും ഒക്കെ വരുമ്പോൾ മമ്മൂട്ടിക്കൊപ്പം കട്ടയ്ക്ക് നിന്നിട്ടുള്ള ഒരു അഭിനയ മുഹൂർത്തം നമ്മൾ കാണുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കാത്തിരിക്കാം. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന ഈ ഒരു ദൃശ്യ വിസ്മയം, കളറുള്ള ഈ ഒരു കാലഘട്ടത്തിൽ വരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു സിനിമ കളറാക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.